മലയാളികളുടെ സ്വന്തം ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യർ ഇപ്പോൾ മലയാളത്തിൽ മാത്രമല്ല തമിഴിലും നല്ല വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നു. തമിഴ്നാട്ടിലെ നാഗർകോവിലാണ് മഞ്ജു ജനിച്ചത്. ചേട്ടൻ മധു വാര്യർ. മാതാപിതാക്കൾ തൃശൂർ സ്വദേശികളാണെങ്കിലും മഞ്ജുവിന്റെ അച്ഛൻ നാഗർകോവിലിൽ ഒരു അക്കൗണ്ടന്റായി വർക്ക് ചെയ്യുകയായിരുന്നു. അതിനാൽ ജനനം മുതൽ 10 വയസ്സ് വരെ നാഗർകോവിലായിരുന്നു മഞ്ജു ഉണ്ടായിരുന്നത്. പിന്നീട് അച്ഛന് കണ്ണൂരേക്ക് ട്രാൻസ്ഫർ കിട്ടി. അങ്ങനെ അവിടെ ചിന്മയ സ്കൂളിലും ചൊവ്വ ഹയർ സെക്കൻഡറി സ്കൂളിലുമാണ് മഞ്ജു പഠിച്ചത്. മഞ്ജുവിന്റെ കലാവാസനയെ പ്രോത്സാഹിപ്പിക്കുന്നവരായിരുന്നു മാതാപിതാക്കളും കുടുംബവും. ക്ലാസിക്കൽ ഡാൻസർ ആയിരുന്ന മഞ്ജു കലോത്സവ വേദികളിൽ തിളങ്ങി. തുടർച്ചയായി 2 തവണ കലാതിലക പട്ടവും നേടി. മഞ്ജു ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിലെത്തിയത് ദൂരദർശന്റെ മോഹരവം എന്ന ഒരു പരമ്പരയ്ക്കായിരുന്നു. 1995 തന്റെ 17-ാം വയസ്സിൽ സാക്ഷ്യം എന്ന പടത്തിൽ സഹനടിയെ അഭിനയിച്ചു. 1996 നായികയായ സല്ലാപത്തിലൂടെ അഭിനയിക്കുന്നത്. പടത്തിൽ മനോജ് കെ ജയന്റെ നായികയായിട്ടാണ് മഞ്ജു വന്നതെങ്കിലും നമുക്ക് ദിലീപ് മഞ്ജു ജോഡികളായിരുന്നു പ്രിയം. തുടർന്ന് ഈ പുഴയും കടന്ന് ദിലീപിനോടൊത്ത് അഭിനയിച്ചു. ഈ സിനിമയിൽ മഞ്ജു മികച്ച നടിക്കുള്ള സംസ്ഥാന സർക്കാർ അവാർഡ് നേടി. പിന്നീട് അങ്ങോട്ട് 3 വർഷത്തിൽ മലയാളികളുടെ മനസ്സിലിടം നേടിയ ഒരുപാട് കഥാപാത്രങ്ങൾ. സമറിൻ ബദ്രഹീം എന്നത് ഒരു സ്ത്രീ കേന്ദ്രീകൃത സിനിമയെ അല്ലായിരുന്നു. പക്ഷെ മഞ്ജു വന്നതോടെ എങ്ങനെയോ കഥ മാറി. അത് അഭിരാമിയെ ചുറ്റിപ്പറ്റിയുള്ള കഥയായി എന്ന് അതിന്റെ അണിയറ പ്രവർത്തകർ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. 6-ാം തമ്പുരാനായാലും കന്മദത്തിലായാലും മോഹൻലാലിന്റെ തിളക്കത്തിനു മുന്നിൽ കോമാളി വേഷം കെട്ടാനുള്ള ഒരു നായിക കഥാപാത്രമല്ല മഞ്ജു ചെയ്തത്. ഉണ്ണിമായും ഭാനുവും. കണ്ണെഴുതി പൊട്ടും തൊട്ട് എന്ന സിനിമയ്ക്ക് ശേഷം തിലകൻ മഞ്ജുവിനെ അസാധാരണ പ്രതിഭയുള്ള നടിയാണെന്ന് വിശേഷിപ്പിച്ചു. ആ വർഷം മികച്ച നടിക്കുള്ള ദേശീയ അവാർഡിൽ 2-ാം സ്ഥാനക്കാരിയായി. 1998 ഒക്ടോബർ 20-ന് 19-ാം വയസ്സിൽ ആലുവ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വെച്ച് ദിലീപും മഞ്ജുമായുള്ള വിവാഹം നടന്നു. കരിയറിന്റെ പീക്കിൽ വെച്ച് വിവാഹിതയായ സിനിമയോട് വിട പറഞ്ഞു. പിന്നീട് ഭർത്താവും മകളുമൊത്തുള്ള സ്വകാര്യ ജീവിതത്തിലായിരുന്നു മഞ്ജു. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ദിലീപ് മഞ്ജു പോലെ മലയാളികൾ ഏറ്റെടുത്ത ഒരു താരജോഡിയായിരുന്നു ദിലീപ് കാവ്യ. അതുമൂലം ഗോസിപ്പുകൾ വന്നു. എന്നാൽ മഞ്ജു തന്നെ നല്ല ഫ്രണ്ടാണെന്നും അവൾക്ക് എന്നെ അറിയാമെന്നും ദിലീപ് പറഞ്ഞുകൊണ്ടേയിരുന്നു. 2012 ഒക്ടോബർ 24 മഞ്ജു ഗുരുവായൂർ അമ്പലത്തിൽ കുച്ചിപ്പുടി അരങ്ങേറി. പിന്നെ കല്യാൺ ജ്വല്ലേഴ്സിന്റെ പരസ്യത്തിലൂടെ മഞ്ജു വീണ്ടും ക്യാമറയ്ക്ക് മുന്നിലെത്തി. ബിഗ് ബിയുടെ കൂടെ ഒരു ഗ്രാൻഡ് തിരിച്ചുവരവ് ഒരുക്കിയ ശ്രീകുമാരൻ മേനോനായിരുന്നു. പിന്നീട് അങ്ങോട്ട് ഹൗ ഓൾഡ് ആർ യു എന്ന പടത്തിലൂടെ മഞ്ജു തിരിച്ചെത്തി. 2014 ഡിവോഴ്സ് നേടി. കാരണങ്ങൾ അന്വേഷിച്ചവരോട് അത് ഞങ്ങളുടെ സ്വകാര്യതയാണെന്നാണ് മറുപടി പറഞ്ഞത്. പിന്നീട് ദിലീപ് കാവ്യയെ വിവാഹം ചെയ്തു. അതിനുശേഷം ഡിവോഴ്സിന്റെ കാര്യത്തിൽ മാധ്യമങ്ങളിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വന്നു. എത്ര പ്രകോപനമുണ്ടായാലും മഞ്ജു അതിനെക്കുറിച്ച് ഒരിക്കലും ഒന്നും പറയാറില്ല. ഒരു സൗന്ദര്യ പിണക്കത്തിനു ശേഷം പരസ്പരം ചള്ളിവാരിയെറിയുന്ന സിനിമാ സീരിയൽ മേഖലയിലെ ആൾക്കാർക്കിടയിൽ മഞ്ജു അതിനിടയിൽ ശ്രീകുമാർ മേനോനുമായിട്ടുള്ള ഒരു ഗോസിപ്പ് വന്നു. മഞ്ജുവിന് വീണ്ടും അഭിനയിക്കാൻ അവസരമൊരുക്കിയത് ശ്രീകുമാർ മേനോനായിരുന്നു. എന്നാൽ തന്നെ അമിതമായി ഭരിക്കാൻ വന്ന ശ്രീകുമാറിനെതിരെ കേസ് ഫയൽ ചെയ്തു മഞ്ജു. ഇന്നും ആൾക്കാർ അവരെ ഇത്രയോ റെസ്പെക്റ്റോടെ നോക്കുന്നതിന്റെ കാര്യം അവരുടെ നിലപാടുകൾ, പെരുമാറ്റം ഒക്കെയാണ്. ഒരിക്കൽ നിർത്തിയ കരിയറിന്റെ പീക്ക് ലെവലിലാണ് അവരിപ്പോൾ. മലയാളത്തിന്റെ സ്വന്തം ലേഡി സൂപ്പർ സ്റ്റാർ.